പ്രതിവർഷം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിന്റെ നടത്തിപ്പിൽ ക്രമക്കേട് ആരോപിച്ച് രാജ്യത്തുടനീളം പ്രതിഷേധം ശക്തമാകുന്നു. പിന്നാലെ അധ്യാപക മേഖലയിൽ നടത്തപ്പെടുന്ന നെറ്റിന്റെ നടത്തിപ്പിലേക്കും അന്വേഷണം നീളുന്നു. അന്വേഷണങ്ങളുടെ ഭാഗമായി കൂടുതൽ ക്രമക്കേടുകൾ പുറത്തുവരുന്നു. ഒരുപാട് പരീക്ഷകൾ റദ്ദാക്കപ്പെടുന്നു. ക്രമക്കേടുകളിൽ അന്വേഷണം വീണ്ടും ശക്തമാകുന്നു. കർശന നിയന്ത്രണങ്ങൾക്കും പരിശോധനകൾക്കും വിധേയമായി ദേശീയ തലത്തിൽ നടത്തപ്പെടുന്ന ഒരു പരീക്ഷ വിദ്യാർത്ഥികൾക്കുള്ള മാനസിക പരീക്ഷണമായും മാതാപിതാക്കൾക്കുള്ള സാമ്പത്തിക പരീക്ഷണമായും മാറിയതെങ്ങനെ? സ്വദേശത്തും വിദേശത്തും മെഡിക്കൽ കോഴ്സ് പഠിക്കാൻ വേണ്ടുന്ന മാൻഡേറ്ററി ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എലിജിബിലിറ്റി ടെസ്റ്റാണ് നീറ്റ്. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അഥവാ നീറ്റ് എന്നറിയപ്പെടുന്ന ഈ വലിയ കടമ്പ മറികടക്കേണ്ടത് ഓരോ വർഷവും അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ MBBS, BDS, ആയുഷ് കോഴ്സ് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇന്ത്യയിൽ PhD ഗവേഷണത്തിന് പ്രവേശനം ലഭിക്കുന്നതിനും യൂണിവേഴ്സിറ്റി തലത്തിൽ അധ്യാപക മേഖലയിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിനും വേണ്ടി ക്വാളിഫൈഡ് ആവേണ്ട ദേശീയ നിലവാരത്തിലുള്ള യോഗ്യതാ പരീക്ഷയാണ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ നെറ്റ്. വളരെ പ്രധാനപ്പെട്ട ഈ രണ്ട് പരീക്ഷകളും കണ്ടക്ട് ചെയ്യുന്ന ദേശീയ പരീക്ഷാ ഏജൻസിയായ NTA ക്രമക്കേടുകളാണ് ഇപ്പോൾ കൂടുതലായും ചർച്ച ചെയ്യപ്പെടേണ്ടത്. ദേശീയ പരീക്ഷാ ഏജൻസി ജൂൺ 18 നടത്തിയ UGC നെറ്റ് പരീക്ഷയിലും ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം പരീക്ഷ റദ്ദാക്കിയതും ദേശീയ മെഡിക്കൽ PG പ്രവേശന പരീക്ഷ തലേ ദിവസം മാറ്റിവെച്ചതും കൂടെ ആയപ്പോൾ ശുഭം. പരീക്ഷകളിൽ നിരന്തരം ഉണ്ടാകുന്ന ക്രമക്കേടുകളിൽ വിദ്യാർത്ഥി സംഘടനകൾ രാജ്യത്തുടനീളം പ്രതിഷേധം വളരെ ശക്തമാക്കിയിരിക്കുകയാണ്. NTA ഡയറക്ടർ ജനറൽ സുബോധ് കുമാർ സിംഗിനെ സർക്കാർ മാറ്റി. പകരം ഇന്ത്യ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പ്രദീപ് കുമാർ ഖരോലയ്ക്കാണ് നിലവിൽ ചുമതല. പരീക്ഷകളുടെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പുവരുത്താനായി അന്വേഷണം CBIയെ ഏൽപ്പിച്ചു. പരീക്ഷാ ചോദ്യക്കടലാസ് ചോർച്ചയുടെ മുഖ്യ സൂത്രധാരൻ എന്ന് സംശയിക്കുന്ന രവി അത്രിയെ ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. സോൾവർ ഗ്യാങ് എന്ന പേരിലാണ് സംഘം തട്ടിപ്പ് നടത്തിയത്. ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ഝാർഖണ്ഡ് സ്വദേശികളായ 5 പേർ കൂടി അറസ്റ്റിലായി. ഇതിൽ ഒരു പരീക്ഷാർത്ഥിയും രക്ഷിതാവും ഉൾപ്പെടും. ചോദ്യക്കടലാസ് ചോർന്നതിന് പിറകിൽ രാജ്യവ്യാപക ശൃംഖലയ്ക്ക് പങ്കുണ്ടെന്ന വിവരം ലഭിച്ചതോടെ ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷണം വിപുലീകരിച്ചു. മറ്റു സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. ഒരു ചോദ്യപേപ്പറിന് 40 ലക്ഷമാണ് ഈ സംഘം ഇട്ട വില എന്നതും ഞെട്ടലുളവാക്കി. ഗ്രേസ് മാർക്ക് അനുവദിച്ചതിന്റെ പേരിൽ 6 കേന്ദ്രങ്ങളിലെ 1563 വിദ്യാർത്ഥികൾക്കായുള്ള നീറ്റ് UG പുനഃപരീക്ഷ പ്രഖ്യാപിക്കേണ്ടി വന്നു. കൂടാതെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ജൂൺ 12 നടത്തിയ 4 വർഷ B.Ed പ്രോഗ്രാമുകളിലേക്കുള്ള കോമൺ എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ റദ്ദാക്കി. ജൂൺ 25 മുതൽ 27 വരെ നടക്കേണ്ടിയിരുന്ന ജോയിന്റ് CSIR UGC നെറ്റ് പരീക്ഷയും മാറ്റിവെക്കേണ്ടി വന്നു. നീറ്റ് PG പരീക്ഷ മാറ്റിവെക്കാനുള്ള പശ്ചാത്തലം എന്തെന്ന് സർക്കാരും ദേശീയ പരീക്ഷാ ബോർഡും വിശദീകരിക്കണമെന്ന് ABVP ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം തകർക്കപ്പെട്ടെന്ന് യുണൈറ്റഡ് ഡോക്ടേഴ്സ് അസോസിയേഷൻ ദേശീയ നേതാവ് ആരോപിച്ചു. പൊതുപരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്താനുള്ള പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാൻ ISRO മുൻ ചെയർമാൻ ഡോക്ടർ K. രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നത സമിതിയെ നിയോഗിച്ചു. 2 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അവരുടെ ഉറപ്പ്. അഴിമതി, പേപ്പർ ചോർച്ച, ക്രമക്കേടുകൾ എന്നിവ ആരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പേപ്പർ ചോർച്ചയുടെ പ്രഭാവ കേന്ദ്രമാണെന്ന് ആരോപിച്ചുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കാനും ശ്രമിക്കുന്നുണ്ട്. തട്ടിപ്പ് നടത്തിയവരെക്കാളും തട്ടിപ്പിനിരയായി ക്രമക്കേട് നടത്താൻ കൂട്ടുനിന്നവരെക്കാളും മറ്റു പലരെയുമാവും ഇത് ബാധിക്കുക. ഇത്തരം വിഷയങ്ങൾ കാരണം അധ്വാനിച്ച് നേടിയ പല ജയങ്ങളിൽ പോലും സംശയമുളവാവുകയും ചിലത് കണ്ടില്ലെന്ന് വെക്കേണ്ടി വരികയും ചെയ്യുന്നതാവും ഇതിന്റെയൊക്കെ പരിണിത ഫലം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് നോട്ട് 24.